നമ്മുടെ ഗൈസ് 2 ടയർ ലെയർ ബെഡിലെ ഗൈസ് നമ്മൾ 3 ടയർ ആക്കാൻ പോകണം ഗൈസ് ഇന്ന്. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ അതെ 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 ഇതിപ്പോ 2 ടയർ കോട്ടാണ് ഗൈസ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേട്ടിയാ? ഓക്കെ, ഒരു മേക്ക് ഓവർ ഉണ്ട്, അതിപ്പോ പറയണ്ട. ഓക്കെ, കൊറേ പാർട്സ് ഉണ്ടാവും. ഇത് എങ്ങനെയാണ്? കളറാണ് നമ്മൾ ഇവിടെ മേക്ക് ഓവർ ചെയ്യാൻ പോണത്. വാർഡ്രോബും കാര്യങ്ങളെല്ലാം പിങ്ക് അല്ല, പിങ്കും ബ്ലൂ അല്ല ഗൈസ്, വൈറ്റ് അല്ല, ബ്ലാക്ക് മതി മതി. അപ്പൊ നമ്മുടെ റൂമിന്റെ മൊത്തം ഓക്കെ, അതായത് ആ കളറാണ്. അപ്പൊ അതുകൊണ്ട് ബെഡൊന്നും നമ്മൾ കാണിച്ചു തരുന്നില്ല ഇപ്പൊ, ഇല്ലെങ്കിൽ സസ്പെൻസ് പൊളിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് മാറാം. അതല്ല, ഇന്ന് തീക്കുട്ടി സ്കൂളിലും പോയിട്ടില്ല, പനി ആയതുകൊണ്ട്. ഓക്കെ, അതികുട്ടൻ സ്കൂളിൽ പോയിട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മറ്റേ കോട്ട് മാറിയിട്ട് ഇപ്പോൾ 3 ടയർ അസംബിൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചേട്ടന്മാരൊക്കെ വരില്ല ടിയാ? ഇല്ല, കോട്ട് അത് പ്രശ്നമില്ല. ഏതാ ഒരു ലൈറ്റ് കളറാണ് കോട്ടല്ല. ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ റൂം മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഒരു കളർ വെച്ചിട്ടാണ്. വാൾപ്പ് എല്ലാം മാറ്റും നമ്മൾ. പക്ഷെ ഒരു കളർ കോഡാണ്, അത് ഏത് കളറാണെന്ന് പറയണം അല്ലേ ടിയ? അതെ അതെ അതെ, ഒരു മേക്കപ്പ് സ്റ്റുഡിയോ വരുന്നുണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പം അതൊക്കെ വഴിയായി നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 ടയർ കോട്ട് ഉണ്ടല്ലോ, ഇത് മാറ്റിയിട്ട് നമ്മൾ 3 ടയർ കോട്ട് കൂടെ ചെയ്യാം. അതൊന്നും വേണ്ട, അതവിടെ ഇരുന്നോട്ടെ, കുറച്ച് ഇതായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അവർ ചേട്ടന്മാർ വരും അല്ലേ? ഓക്കെ, 2 കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ 2 ടയർ ഈ കോട്ട് മസ്റ്റ് ബൈ ആട്ടോ. മമ്മയും ഡാഡിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കാനുള്ള സെറ്റപ്പിലാണ്. അങ്ങനെയായിരുന്നു. ഇപ്പം ഉൾട്ടായിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 പേർക്കും പനി വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ മോണിറ്റർ ചെയ്യാൻ എന്തായാലും വേണം ഗൈസ്. അപ്പം ഒരു ലെയറും കൂടി ആവാം എന്ന് നമ്മൾ വിചാരിച്ചു. വെക്കേഷൻ ചെയ്യാൻ സമയം കിട്ടിയില്ല ഗൈസ്. ഇപ്പൊ ഓണം വെക്കേഷൻ ഗൈസ് നമുക്ക് നല്ല സമയം കിട്ടിയിട്ടുണ്ട് ഗൈസ് ചെയ്യാൻ. അപ്പൊ ഇനി ഇത് ഒരു 2-3 ആഴ്ചയൊക്കെ എടുക്കും ഗൈസ് ഫുള്ളി ഒന്ന് സെറ്റ് ആവട്ടെ. ആദ്യം ഇത് വേണം. ഇനി ഒരു ബെഡ് നമുക്ക് വാങ്ങിക്കണം ഗൈസ്. 2 ബെഡ് നേരത്തെ ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് ഒരു ബെഡ് കൂടെ വാങ്ങണം ഗൈസ്. ഓക്കെ, അത് എനിക്കാണ് പുതിയ ബെഡ് ഗൈസ്. ഓ ഈടാ, അടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യാലടാ ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു കോട്ട് ദേ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരെണ്ണം നമ്മൾ മേലോട്ട് കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ എക്കോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞ് ലാഡറൊക്കെ നമ്മുടെ കയറി ഇരുന്ന് നമ്മുടെ ലാഡറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്യാം. അങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വൃത്തിയായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നല്ല പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് അഴിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്രേ കളർ പാറ്റേണിലുള്ള ബങ്ക് ബെഡാണ്, 3 ടയർ കോട്ടാണ് നമ്മളിവിടെ നിന്ന് അസംബിൾ ചെയ്യാൻ പോകുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ ടീക്കുട്ടി ഇന്ന് പനിയായതുകൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പാവോ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 32,000 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. എല്ലാ ക്വാളിറ്റി വൈസ് പക്കയാണ് മക്കളെ. അപ്പോൾ സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഓരോന്ന് പുറത്ത് നിന്ന് തന്നെ ചെയ്തിട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇല്ല ചേച്ചി അവിടെ എല്ലാം പൊടിയായി ഈ വേസ്റ്റ് മുഴുവൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത്തിക്കുട്ടൻ വരുമ്പോൾ എന്തായിരിക്കും സർപ്രൈസ് ആയിരിക്കും, എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്ത് നമ്മളിതേ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ 3 ടയർ കോട്ടിൻ്റെ വർക്ക് എല്ലാം ഇവിടെ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. നമ്മളൊരു മേക്ക് ഓവറും ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ദേ ഇതൊക്കെയാണ് സംഗതികൾ എന്ന് പറയാം. 3 ടയറാണ്, അതിൻ്റെ കളർ ഗ്രേ കളറുമാണ്. ടീക്കുട്ടി, അപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ കളർ മൊത്തം മാറ്റും ഗൈസ്. ഏത് കളറാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കല്ലേടാ.
ടീക്കുട്ടി അവിടെ സ്ട്രക്കായി ഗൈസ് നമ്മുടെ. അങ്ങനെ നമ്മൾ നമ്മുടെ കോട്ടെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഗൈസ്. 3 ടയർ കോട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ബെഡെല്ലാം ഇടണം. മേലെ ടീക്കുട്ടിയാണ് കിടക്കുന്നത്. അത് പറ്റില്ല ഗൈസ്. താഴെ ആര് വേണമെങ്കിലും കിടക്കും കേട്ടോ. ഞാനോ ഡാഡിയോ ആര് വേണമെങ്കിലും കിടക്കും. അപ്പം ഇതാണ് നമ്മുടെ 3 ടയർ കോട്ട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം അല്ലേ. അദ്ദിക്കുട്ടൻ വരട്ടെ. അദ്ദിക്കുട്ടൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇന്ന് ടീക്കുട്ടി പനിയായതുകൊണ്ട് പോയിട്ടില്ല കേട്ടോ. വരട്ടെ, സർപ്രൈസ് കൊടുക്കാം. അദ്ദിക്കുട്ടൻ വരാൻ വേണ്ടി ഇങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ സ്കൂൾ പോയിട്ട് വന്ന് അദ്ദിക്കുട്ടന് കൊടുത്തപ്പോഴത്തേക്ക് അദ്ദിക്കുട്ടൻ അങ്ങനെ സർപ്രൈസ് ആയോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടായിട്ടുണ്ട്. കാരണം ഓൾറെഡി അറിയാം ഇന്ന് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടാവുന്നു. അപ്പോൾ അവനിങ്ങനെ ഈ ലാഡറിൽ കയറാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ളതാണ്. ഏറ്റവും ടോപ്പിലാണ് അവന് കൊടുത്തിട്ടുള്ളത്. കാരണം ടീക്ക് അങ്ങനെ ലാഡറിൽ കയറാൻ ഇഷ്ടമല്ല. അദ്വിക്കിന് എന്തായാലും ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവനത് കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ട്രയൽ ചെയ്യാൻ നോക്കണം. അപ്പോഴാണ് അതിൻ്റെ മേലെ ഈ ഒരു കമ്പി ശരിയല്ലാത്ത പോലെ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചേട്ടനെ വിളിച്ചിട്ട് ആ ചേട്ടൻ അവിടെ നിന്ന് മൊത്തം ആ ഒരു 2 ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈൻ മൊത്തം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് തന്നു. കാരണം അദ്വിക്കുട്ടിന് അങ്ങോട്ട് ആ ഹൈറ്റിലോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്തപ്പം ഈസി ആയിട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹോൾ ഇല്ലെങ്കിൽ ഒരു എൻറ്റയർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അദ്ദേഹം കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി. അപ്പോൾ ചിക്കുവിന് പെട്ടെന്ന് തന്നെ അതിലോട്ട് കയറി പോകാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. മോർണിംഗ് ലീവൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എഴുതാനുള്ള സംഭവങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്പി എഴുതി കഴിഞ്ഞോടാ? കുറച്ചെണ്ണം ഇങ്ങനെ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കും. അതാ താഴെ വീടു ഗൈസ്. എഴുതി കഴിഞ്ഞോ? ഇനി എത്ര എഴുതാനുണ്ടടാ? ഓ മൈ ഗോഡ് ഗൈസ്. ഇന്നലെ സമയം കിട്ടിയില്ലേ ചോദിച്ചു. ഇന്നലെ കുട്ടിക്ക് ഭയങ്കര ഒരു ടയേർഡ്നെസ് കേട്ടോ. അതുകൊണ്ടാണ് എഴുതാനൊക്കെ ഒരു ഇത് വയ്യാത്തത് കൊണ്ട് ട്യൂഷനും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുതി ഇതുവരെ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വേറൊരു അതിഥി വന്നിരിക്കുകയാണ് ഗൈസ്. തങ്കു ചേച്ചീസ് 1 and only പെറ്റ് ലിയോമി. അയ്യോ അത് നനഞ്ഞിട്ട് വന്നിരിക്കുക കേട്ടോ. ലിയോ എവിടെ പോയേ? അമ്മ സ്വത്ത് എവിടെ പോയേ? ആ നനഞ്ഞിട്ടുണ്ടോ? നനഞ്ഞിട്ട് വന്നിരിക്കുക. ഇനി മഴയത്ത് പോകരുത് കേട്ടോ. മഴയത്ത് പോടാ ചക്കരെ, മഴയത്ത് പോടാ. ഇല്ല ഇവനാണ് നമ്മുടെ ലിയോമി. ചാച്ചിക്കോ അതിക്കുട്ട മഴയത്ത് പോയിട്ട് വരികടാ. ഫുള്ള് നനഞ്ഞിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ചാച്ചൊന്നുമില്ല, ഡെക്കൊന്നും ഇങ്ങനെ വിസിറ്റ് ചെയ്യുള്ളൂ അല്ലേടാ.